മലബാറിലെ നാടൻ ഹോട്ടലുകളിൽ നിന്ന് മീൻകറിയും ഉച്ചയൂണും കഴിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ഉച്ചയൂണിന് ഒരു പ്രത്യേക രുചിയാണ്. സഞ്ചാരികൾ ഏറെ എത്തുന്ന വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലുമുണ്ട് ഇത്തരത്തിൽ പ്രശസ്തമായ ഒരു ഹോട്ടൽ. വ്യത്യസ്ത രുചിക്കൂട്ടുകളുടെ പറുദീസിയായ കൽപ്പറ്റ നോർത്തിലെ ലഞ്ച് ഹോമാണിത്. വടകര സ്വദേശിയായ MP വിനോദും കുടുംബവും നടത്തുന്ന ഹോട്ടലാണിത്. പേര് പോലെ തന്നെ ഇവിടെ ഉച്ചയൂൺ മാത്രമേ ലഭിക്കൂ. തേങ്ങ പരുവത്തിലരച്ച മീൻകറിയാണ് ലഞ്ച് ഹോമിലേക്ക് ഭക്ഷണപ്രേമികളെ ആകർഷിക്കാൻ കാരണം. ഊണിനൊപ്പം പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ചിക്കൻ, ബീഫ്, ഫിഷ് ഫ്രൈകളും ഉണ്ടാവും. അന്നന്ന് ലഭിക്കുന്ന ഫ്രഷ് മീനുകളാണ് ഇവിടെ മസാല പുരട്ടി വറുത്തെടുക്കുന്നത്. തദ്ദേശീയരുടെ ആധിപത്യമാണ് ഈ ഹോട്ടൽ. സഞ്ചാരികളിൽ ഭൂരിഭാഗവും പാഴ്സലായാണ് ഭക്ഷണം കൊണ്ടുപോകുന്നത്. കല്യാണ വീടുകളിലെത്തുന്ന അതിഥികളെ സ്വീകരിക്കും പോലെയാണ് ഹോട്ടൽ ഉടമ വിനോദ് ഓരോരുത്തരെയും അകത്തേക്ക് ക്ഷണിക്കുക. ഇല വെക്കുന്നത് പോലും പ്രത്യേക സ്റ്റൈലിലാണ്. തുടർന്ന് ചോറ്റുപാത്രവും മീൻകറിയും സാമ്പാറും പച്ചടിയും ഒക്കെ മേശയിൽ നിരത്തും. ഹോട്ടലിൽ എത്തുന്നവർക്ക് വയറ് നിറയെ ഭക്ഷണം കഴിക്കാം. എന്നാൽ ഭക്ഷണം ഒട്ടും പാഴാക്കരുതെന്നും വിനോദിന് നിർബന്ധമുണ്ട്. കറികൾക്കൊന്നും ഇടയ്ക്കിടെ ആവശ്യപ്പെടേണ്ട കാര്യമേ ഇല്ല. എല്ലാം യഥാസമയം പാത്രത്തിൽ നിറച്ചു നൽകും. വിനോദിന്റെ ഭാര്യ ശകുന്തള, സഹോദരിമാരായ സുനിത, അജിത, സനിത, വിമല, പ്രമീള എന്നിവരാണ് അടുക്കള ഭരണം. മീൻ വറുത്തതിലും ചിക്കൻ, ബീഫ് എന്നിവ തയ്യാറാക്കുന്നതിലും നാടൻ ചേരുവയുടെ രുചി ഉയർന്നു നിൽക്കും. അത് തന്നെയാണ് കൽപ്പറ്റയിലെ ഈ ഹോട്ടലിനെ വേറിട്ട് നിർത്തുന്നതും. മീൻകറി, സാമ്പാർ, പച്ചടി, അച്ചാർ, പപ്പടം ഉൾപ്പെടെയുള്ള സാധാരണ ഊണിന് 60 രൂപ മാത്രമാണ് ഈടാക്കുന്നത്. 70 മുതൽ 80 രൂപ കൊടുത്താൽ മീൻ വറുത്തതും ലഭിക്കും. എല്ലാ ദിവസവും പുലർച്ചെ 3-ന് വിനോദ് ഇല തയ്യാറാക്കാൻ തുടങ്ങും. പിന്നെ മീൻ, ചിക്കൻ, ബീഫ് എന്നിവ എത്തിക്കണം. അത് രാവിലെ സഹോദരിമാരിൽ 2 പേർ ആദ്യമെത്തും. മീനും ഇറച്ചിയും പച്ചക്കറിയും എല്ലാം കഴുകി വൃത്തിയാക്കലാണ് ആദ്യത്തെ 2 പേരുടെയും ജോലി. ഏറെ വൈകാതെ മറ്റുള്ളവരും എത്തും. ഇരുവരും നേരത്തെ കഴുകി വെച്ച മീനിലും ഇറച്ചിയിലും മസാല പുരട്ടും. അപ്പോഴേക്കും അടുക്കളയിൽ പാചകത്തിനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് തന്നെ എല്ലാവരും ചേർന്ന് മുഴുവൻ വിഭവങ്ങളും ഒരുക്കും. അപ്പോഴേക്കും ഓരോരുത്തരായി ഹോട്ടലിൽ എത്തിത്തുടങ്ങും. ഹോട്ടൽ ഉടമയുടെ ഗൗരവമല്ല, മറിച്ച് ആതിഥേയന്റെ മുഖഭാവമാണ് വിനോദന. രുചിയുടെ മറ്റൊരു ലോകം തീർത്തതിനാൽ കേട്ടറിഞ്ഞ് വിദൂരദേശത്ത് നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തുന്നു. ഭക്ഷണം കഴിച്ച് വയറു നിറഞ്ഞ് തിരിച്ചിറങ്ങുന്നവർക്കാകട്ടെ അതിനേക്കാൾ മനസ്സും നിറയും. ഭക്ഷണത്തെക്കുറിച്ചും കടയിലെ സ്വീകരണത്തെക്കുറിച്ചും പറയാതെ ഹോട്ടൽ വിടുന്നവരും കുറവാണ്. ഭക്ഷണ കാര്യത്തിൽ വടക്കേ മലബാറിന്റെ രുചിഭേദം കൽപ്പറ്റയിൽ എത്തിച്ചത് വിനോദിന്റെ മാതാപിതാക്കളാണ്. 1960-ൽ മാതാപിതാക്കളായ കുമാരനും നാരായണിയും കൽപ്പറ്റയിലേക്ക് കുടിയേറി. പിന്നീടാണ് ചെറിയ ചായക്കട ആരംഭിച്ചത്. കോടതി ജീവനക്കാർക്ക് ചായയും പലഹാരവും നൽകിയാണ് അന്ന് ഇരുവരും കച്ചവടം തുടങ്ങിയത്. ഇതാണ് പിന്നീട് ലഞ്ച് ഹോമായി മാറിയത്. മാതാപിതാക്കൾ ആരംഭിച്ച കടയായതുകൊണ്ട് തന്നെ വിനോദിനും സഹോദരിമാർക്കും അതിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. ഭക്ഷണത്തോടൊപ്പം സ്നേഹത്തിന്റെ രുചിയും കൂടി വിളമ്പി ഭക്ഷണ പ്രേമികൾക്കിടയിൽ താരമായിരിക്കുകയാണ് വിനോദും സഹോദരിമാരും.